ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തേ ശൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോമുഷാ ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം 10ാമത്തെ അധ്യായമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതിൻ്റെ പാരായണമാണ് നമുക്കിനി നിർവഹിക്കേണ്ടത്. അത് ദശമോധ്യായ. വിതുരൗവാച അന്തർഹിതേ ഭഗവതി ബ്രഹ്മാലോക പിതാമഹ പ്രചാസസർച്ചകരിതാ ദേഹികേർമാനതേർവിഭോ ഏച്ച മേ ഭഗവൻ പൃഷ്ടത്വയാർത്ഥാഭുഗവിത്തമാ താൻമതസ്യാനുപൂർവേണ ചിന്തിന സർവസംശയാൻ. എല്ലാ സംശയങ്ങളും ഛേദിക്കത്തക്ക വിധത്തിൽ വിതുരന് മൈത്രേയർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ പറയണമേ എന്ന് സൗനകാദികൾ സൂതനോട് ചോദിച്ചു. വിതുരൻ അങ്ങനെയാണ് മൈത്രേയരോട് ചോദിച്ചത്. അത് സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. സൂത ഉവാച ഏവം സഞ്ജോതിതസ്തേ നക്ഷത്രാകൗഷാരോ മുനി പ്രീതപ്രത്യാഗതാം പ്രശ്നാംഗതിത്താനതമാർഗവാ. മൈത്രേയ ഉവാച വിരിഞ്ചോ വിതഥാ ചക്രേ ദിവ്യം വർഷശതം ദഭാ ആത്മന്യാത്മാനമാവേശയദാഹ ഭഗവാനജ തത്വലോക്യാപ്യസംഭൂതോ വായുനായതിഷ്ഠിത പത്മമമ്പച്ച തൽക്കാലം കൃതവീര്യേണ കമ്പിതം. അനവധി വർഷം ബ്രഹ്മാവ് തപസ് ചെയ്തു. ആ താമരയിൽ അങ്ങനെ ഇരുന്നു. ആ താമരയെ വിഭജിക്കുകയാണ്, മൂന്നാക്കിയിട്ട് ലോകങ്ങളാക്കി. തപസാഹേതമാനേന വിദ്യയാചാത്മസംസ്ഥയാ പ്രവൃത്തവിജ്ഞാനബലോ നഭാത്മായും അസഹാംബസ തദ്വിലോക്യ വിയത്വാഭിപുഷ്കരം യഥധിഷ്ഠിതം അനേന ലോകാൻ പ്രാജ്ഞീനാം കൽപ്പിതസ്മീത്യചിന്തയത് പത്മകോശം തഥാ വിശ്യ പത്മകർമ്മ പ്രചോദിത ഭഗവത് കർമ്മചോദിത ഏകം ദിവാക്ഷീരുതഥാ ത്രിധാ ഭാവ്യന്തി തഥാ. 14 3 വ്യാപിച്ചു. 14 തന്നെയാണ് 3 വായിച്ചത്. 7 1 6. ഇപ്പം 7 1 8 6 14 എന്നും പറഞ്ഞിട്ട് 3 ഭാഗിച്ചു. ദ്വിസപ്തത ഏതാവാൻ ജീവലോകസ്ഥസമാകൃതാധർമ്മസക്കനിമിത്ത വിഭാഗപരമേട്ടിതോ വിതുരൗവാച യഥാർത്ഥ ബഹുരൂപസ്യ ഹരേരദ്ഭുതകർമ്മണ കാലാഖ്യം ലക്ഷണം ബ്രഹ്മണ്യഥാവർണ്ണയന പ്രഭോ. കാലം അതിനെ എല്ലാറ്റിനെയും വിവരിച്ചു തരണം. മൈത്രേയ ഉവാച ഗുണവ്യതികരാകാരോ നിർവിശേഷോ അപ്രതിഷ്ഠിത പുരുഷത്തതുപാലാനമാത്മാനീലയാ സജത്തെ വിശ്വം വേ ബ്രഹ്മതന്മാത്രം സംസ്ഥിതം വിഷ്ണുമായ ഈശ്വരേണ പരിച്ഛിന്നം കാലേന അവ്യക്തമൂർത്തിനായ ദാദാനീന്ദ്രതയെ തഥാഗ്രേശ പശ്ചാത്തപ്യേതീതചന്തർഗോ നവവിധത്തത്യ പ്രാകൃതോ വൈകൃതത്വയാ. പ്രാകൃത രീതിയിലുള്ള 6 വൈകൃത രീതിയിലുള്ള 3 നവവിധ സൃഷ്ടി. ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഒരു സൃഷ്ടിയുണ്ട്. അതിനെയാണ് സലകുമാരാദികളെ പറയുക. അപ്പോൾ ഉഭയം എന്ന് പറയും. അങ്ങനെ 10 സൃഷ്ടിയുണ്ട്. നവവിധ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. ദശവിധ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതിനിടെ ഒരു +1 ഉണ്ട്. അപ്പോൾ ദശവിധ ആയി എന്ന് മാത്രം. കാലദ്രവ്യ ഗുണൈരത്യാത്രിവിധ പ്രതിസംക്രമ ആദ്യസ്തുമഹതർഗോ ഗുണവൈഷമ്യമാത്മന ദ്വിതീയത്വമഹോയത്ര ദ്രവ്യജ്ഞാനക്രിയോദയ. ആദ്യത്തെ സൃഷ്ടി ഗുണങ്ങളാണ്. സർഗോ ഗുണവൈഷമ്യമാത്മന ദ്വിതീയത്വം മഹത്വത്വമാണ്. ആദ്യത്തെ മഹത്വത്വം, രണ്ടാമത്തെ അഹന്തത്വം. മഹത്വത്വവും അഹന്തത്വവും. അവിടെയാണ് ദ്രവ്യജ്ഞാനക്രിയകൾ വരണം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ, ജ്ഞാനം എന്ന് പറഞ്ഞാലോ ജ്ഞാനേന്ദ്രിയങ്ങൾ, ക്രിയ എന്ന് പറഞ്ഞാലോ കർമ്മേന്ദ്രിയങ്ങൾ. ഇതാണ് രണ്ടാമത്തെ സൃഷ്ടി. ഭൂതസർഗദ്വിതീയത്വം, മൂന്നാമത്തെ ഭൂതസർഗം. തന്മാത്രോ ദ്രവ്യശക്തിമാനവയാണ് തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ ശബ്ദസ്പർശരൂപരസഗന്ധാദികൾ. ചതുർത്ഥ ഇന്ദ്രിയങ്ങളാണ് 4ാമത്തെ. സർഗോയെ സുജ്ഞാനക്രിയാത്മക വൈകാരികോ ദേവസർഗ. വൈകാരിക എന്ന് പറയുന്നതാണ് ദേവസൃഷ്ടി. ദേവസർഗ പഞ്ചമോയന്മയം മന ഷഷ്ടത്വതമതർഗോ യത്ബുദ്ധികൃത പ്രഭോ. ഷഡിമേ പ്രാകൃത സർഗാവൈകൃതാന വിമേഷണു രജോബാജോ ഭഗവതോ ലീലേ ഐലേയം മരിമേധസ സത്തമോ മുഖ്യതർക്കത്വ ഷഡ്വിധത്തത്വഴാഞ്ജയ. വനസ്പത്യോഷതിൽ സ്ഥാവരങ്ങളായിട്ടുള്ള വൃക്ഷങ്ങളെ പറയുകയാണ്. അവ 6 തിരിച്ചിരിക്കുന്നു. വനസ്പതി, ഓഷധി, ലത, ത്വക്താര, വീരിതോ ദ്രുമാഹ. ദ്രുമമാണ് മാവോ പ്ലാവോ മുതലായിട്ടുള്ള വൻമരങ്ങൾ. അതുപോലെ വനസ്പതി പൂക്കാതെ കായ്ക്കുന്നവ, ഓഷധികൾ നെല്ല് മുതലായിട്ടുള്ളവ. ലത എന്ന് പറഞ്ഞാൽ പടരുന്ന, നമുക്കറിയാലോ വള്ളി, അതാണ് ലത. ത്വക്സാരങ്ങൾ എന്ന് പറയുന്നതാണ് ഉഴുന്ന് മുതലായ കുറ്റിച്ചെടികൾ. വള്ളിയുമല്ല ധാന്യങ്ങളും അല്ല എന്നുള്ളത്.
ഉത്സ്രോതത്തമ പ്രായാന്തർപശ്ചാവിശേഷിണ. ഇവയെ മൊത്തത്തിൽ ഉത്സ്രോതസ്സുകളെ മേപ്പെട്ട് ഭക്ഷണം വലിച്ചെടുക്കുന്നവ എന്ന് പറയും. തിര്യക്കുകൾ എന്നുള്ളതാണ് പക്ഷിമൃഗാദികൾ. തിരശ്ച മട്ടമത്തർഗ സൊട്ടാവിംശത്തിതോ മത അവിതോ ഭൂരിതമസോ ഘ്രാണജ്ഞാകൃത്യവേദന. വൃക്ഷങ്ങളേക്കാൾ ചില കഴിവ് മൃഗങ്ങൾക്കുണ്ട്. ഓടാനും സഞ്ചരിക്കാനും ഘ്രാണങ്ങൾ മൂക്കിന് കൊണ്ട് ഗന്ധമറിയാനും അവ വൃക്ഷങ്ങൾക്കോ ഇല്ല. എന്നാൽ മനുഷ്യർക്കുള്ള അത്ര ഇല്ല താനും. ഗൗ പ്ലസ് അജോ. ഗൗ എന്ന് പറഞ്ഞാൽ പശു, അജം എന്ന് പറഞ്ഞാൽ ആട്. കൂട്ടിച്ചേർക്കുമ്പോൾ ഗൗ രാജോ. അവിടെ ഇല്ല ശരിക്ക്. ഗൗ എന്നും അജം ആടും കൂട്ടിച്ചേർക്കുമ്പോൾ ഗൗ രാജോ. ഗോ പ്ലസ് അജോ മഹിഷ പോത്ത്. കൃഷ്ണ സൂകരോ കൃഷ്ണമൃഗം. സൂകരം പന്നി. ഗവയോ രുരു. ഉരുരു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൃഗമാണ് കൊമ്പൊക്കെ ഉള്ളത്. ദിശഭ പശവശ്ചേമേ അവിരുഷ്ടച്ചതത്തമ. ഉഷ്ടം എന്ന് പറഞ്ഞാൽ ഒട്ടകം. ദിശഭ ഒറ്റക്കുളമ്പുള്ളത്, അല്ല ഇത് രണ്ട് കുളമ്പുള്ളത്, പിന്നെ ഒറ്റക്കുളമ്പുള്ളതും ഉണ്ട്. കരോ ശോഷതരോ ഗൗര ശരഭ ചമരി തഥ. അതുപോലെ തന്നെയാണ് ശരഭം, ചമരി ചെമ്മരിയാട്, അജം സാധാരണ ആട്. ഏകേ ചേകശഭാക്ഷത്താ ചുണു പഞ്ചനകാൻ ചുണു. ചിലതൊക്കെ 5 നഖമുള്ളത്. സിംഹം, നായ, അതുപോലെ തന്നെ പൂച്ച, അതൊക്കെ 5 നഖമുള്ളത്. ശാതൃകാലോ മൃഗോ വ്യാക്രോ മാർജാര ശശലഗോ സിംഹക്കബിർക്കചക്കൂർമോ ഗോധാചമകര. അതേ ഗോധ ആ പേര് തന്നെയാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗോധ എന്ന് പറയുന്ന ഒരു മൃഗം മലയാളത്തിൽ വാക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. മകരാതയ മകര മത്സ്യം. കങ്കകൃത്ത ബടശേനഭാസബല്ലൂകബർഹിണ. ഹംസസാരഥ ചക്രാഹ കാകോ ലൂകാദയക്കക. പക്ഷികൾ ഹംസൻ, ചക്രവാകം, കുളക്കോഴി ജലത്തിൽ ജീവിക്കുന്നതാണ് അധികം. പിന്നെ കാക, ലൂക, കാക്ക ഒക്കെ കരയിൽ ജീവിക്കുന്നതാണ്. അർവാക് സ്രോതസ്തു നവമ. 9ാമത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ. ക്ഷത്തരേഖവിധോ നൃണാൻ രജോധികാ കർമ്മപരാ ദുഃഖേ ചതുഗമാനിന. ദുഃഖം ഉള്ള കാര്യങ്ങളെ എപ്പോഴും സ്വീകരിച്ച് അല്ലെങ്കിൽ ചെയ്ത് സുഖമുണ്ട് എന്ന് നടിക്കുന്നവൻ. വല്ലാത്ത കഴിവാട്ടോ. ദുഃഖം ഉള്ള കാര്യങ്ങളെ കെട്ടിപ്പിടിച്ച് ഞാൻ സുഖിയാണ് എന്ന് പറഞ്ഞ് നടക്കുക. വൈകൃതാത്രേവേദേ ദേവതർഗച്ഛതത്തമ. വൈകാരികത്വ ഇയ പ്രോക്ത കൗമുരത്വ കൗമാരസ്തൂഭയാത്മക. കൗമാരം കുമാരസർഗം എന്ന് പറയും അതിന്. എന്താ കൗമാര സ്തൂഭയാത്മക. അവ രണ്ടും ചേർന്നതാണ്. 6ൻ്റെ സ്വഭാവവും 3ൻ്റെ സ്വഭാവവും ചേർന്നതാണ് വൈകൃതവും വൈകൃതവും ചേർന്നത്. സനകൻ, സനന്ദൻ, സനാതനൻ, സനകുമാരൻ ഇവരെയാണ് എന്ത് പറയുക കുമാരസർഗം. കൗമാരസ്തു ഉഭയാത്മക. ദേവസർഗശ്ച അഷ്ടവിധോ വിവിധാപിതരോ സുര ഗന്ധർവാപ്സരസ സിദ്ധായക്ഷരക്ഷാം തിചാരണ ഭൂതപ്രേത പിശാചാഞ്ച വിദ്യാധര. കിന്നരാജ വിദ്യാധരൻ എന്നുള്ള ചുരുക്കി പറയുമ്പോൾ വിദ്യാധരൻ എന്ന് പറയും. മനുഷ്യരിലും ഉയർന്നവരാണ് ഈ സൃഷ്ടി. ദശൈതേ വിതുരാഖ്യാത സൃഗാത്തേ വിശതൃകൃത അതപരം പ്രവക്ഷ്യാമിവം ചാമന്നന്ദനാണി ച ഏവൻ്റെ ജപ്ലതൃട്ടാകൽപ്പാദിഷ്ടമോഹതങ്കൽപ്പാത്മേവാത്മാനമാത്മന. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമകം സംവിധായാം 3യ-സ്കന്ധേ 10-മോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്തത് 11ാമത്തെ അധ്യായം കാലം എന്ന പ്രതിഭാസത്തെ വർണ്ണിക്കുന്നു. മൈത്രേയ ഉവാച. ചരമത്തദ്വിശേഷാണാം അനേകോ സംജതസദാ പരമാണുസവിജ്ഞേയോ നൃണാമൈക്യപ്രമോയത. നമ്മുടെ കാലയളവ് വളരെയധികം സൂക്ഷ്മത്തിലേക്കും പോവും സ്ഥൂലത്തിലേക്കും പോവും. രണ്ടിലും സനാതന ധർമ്മത്തിൻ്റെ കാലഗണനയാണ് മുൻപിൽ. ഒരു സെക്കൻഡിൻ്റെ 10-1 വിഭജിക്കാൻ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നത്തെ ശാസ്ത്രം. റെക്കോർഡ് ചെയ്യുമ്പോൾ വളരെ വേഗം 9 വരെയുള്ള അക്കം പോയ 1 സെക്കൻഡാവും. 1 സെക്കൻഡ് തന്നെ വളരെ ചെറുതാണ്. അതിനെ 10 ഭാഗിച്ച വരെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ അതിലും അപ്പുറം പോയിട്ടുണ്ട് സനാതന ധർമ്മത്തിൻ്റെ കാലഗണന. അതൊരു സെക്കൻഡിൻ്റെ 10 ഭാഗമൊന്നുമില്ല. അതിനേക്കാൾ എത്രയോ ചെറുതിനെയാണ് നമ്മൾ ഇവിടെ പരമാണു. അവിടെ നിന്നാണ് തുടങ്ങുകയാണ് കാലഗണന. അതറിയാൻ പോലും പറ്റാത്ത ഐക്യഭ്രമോയത. അത്ര ചെറുതാണ്. എങ്ങനെ അതിനേക്ക് അളക്കുക? 1 സെക്കൻഡിൻ്റെ 10-1 ഭാഗത്തിനെ അളക്കാൻ തന്നെ അതിങ്ങനെ ഓടുക ചെയ്യുക. നിൽക്കില്ല. 10-1 ഭാഗം 9 വരെ ഓടിയിട്ടാണ് 1 സെക്കൻഡ് ആവുക. നിൽക്കണമെങ്കിൽ 1 സെക്കൻഡെങ്കിലും ആവണം. അതിൻ്റെ ഇടയിലുള്ളത് ഓടുക. കാലം എന്ന് പറയുന്നത് അങ്ങനെ ഓടുന്നതാണ്, അതിവേഗത്തിൽ ഓടുന്നതാണ്. ഇനി ഏറ്റവും വലുതും ഉണ്ട് എന്ന് പറയും അടുത്ത ശ്ലോകം. സത ഏവ പദാർത്ഥസ്വരൂപാവർത്തിതസ്യൽ കൈവല്യം പരമമഹാൻ. വളരെ വലുതുമാണ് കാലം. 1 കൊല്ലം, പിന്നെ 1 നൂറ്റാണ്ട്, അങ്ങനെയൊക്കെ വിഭജിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും അതിനെ പറയുമ്പോഴാണ്
അതിന് എത്രയോ വലുതായിട്ട് നമ്മൾ പറയണത് 71 ചതുരയുഗമാണ് ഒരു മനുവിൻ്റെ കാലം. എത്രയോ വർഷങ്ങൾ കൂടുമ്പോഴാണ് ഒരു യുഗം ആവണത്. അങ്ങനെ 71 4 യുഗം ചതുരയുഗം കൂടുമ്പോൾ അത്ര ഒരു മനുവിൻ്റെ കാലം. ഇപ്പം എത്ര വലുതാവരെ നമ്മൾ വിഭജിച്ചിട്ടുണ്ട്, എത്രയോ വലുതാക്കിയിട്ടുമുണ്ട്, എത്രയോ ചെറുതാക്കിയിട്ടുമുണ്ട്. എന്നിട്ടിപ്പോൾ നമുക്കിവിടെ 2026 ആയിട്ടുള്ളൂ. എത്രയോ തെറ്റത്. ഈ കൃഷ്ണൻ ഇവിടുന്ന് പോയിട്ട് തന്നെ 5000 കൊല്ലത്തിലധികമായി. അപ്പോഴാണ് കലിയുഗം തുടങ്ങിയതെന്നാണ്. അങ്ങനെ കൊല്ലവർഷം അല്ല, ആ വർഷം കണക്കാക്കി നോക്കുമ്പോൾ 52 ചില്ലാനം കൊല്ലമായിരിക്കണം. ഇത്രയും 1000 കൊല്ലങ്ങളെ. അപ്പോൾ ഇവിടെ 2026 എത്ര പൊട്ടത്തരാണ് ആലോചിച്ചു. ക്രിസ്ത്യൻ ആധിപത്യം ഡോമിനേഷൻ ആണത്. AD BC, ബിഫോർ ക്രൈസ്റ്റും ആഫ്റ്റർ ക്രൈസ്റ്റും. ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു ഭാഗ്യം കൊണ്ട്, ആ ക്രൈസ്റ്റിന് മുമ്പേ ഉള്ള കാലങ്ങൾ അടക്കമുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയെന്ന് വെച്ചാൽ ക്രിസ്തുവിനെ അല്ല ശരിക്കും അടിസ്ഥാനമാക്കേണ്ടത് എന്നാണ്. സനാതനധർമ്മപ്രകാരം വേണമെങ്കിൽ കൃഷ്ണനെ എടുക്കാം. എത്രയോ വർഷങ്ങളായിട്ടുണ്ടല്ലോ പ്രപഞ്ചം ഉണ്ടായിട്ട്. 71 ചതുരയുഗമാണ് ഒരു മനുവിൻ്റെ കാലം. അങ്ങനെ 14 മനുക്കളെയാണ് ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ മഹത്വം എന്ന് പറയുന്നത് എത്രയോ മേപ്പെട്ട, കുറച്ചെന്നുള്ളത് എത്രയോ കീഴ്പ്പെട്ട, കൈവല്യം പരമമഹാൻ അവിശേഷോ നിരന്തര. കാലം എന്ന് പറയുന്നത് എത്രയോ വലുതുമാണ്, എത്രയോ ചെറുതും ആണ്. ഏവം കാലോപ്യനുമിത സൗക്ഷ്മേ തൗല്യേശ സത്തമ സംസ്ഥാനഭുക്ത്യാ ഭഗവാൻ അവ്യക്തോ വ്യക്ത വിഭു. കാലഗണനയാണ് ഈ അധ്യായത്തിലത്തെ പ്രമേയം. ഹേ സത്തമ എന്ന് വിളിക്കുകയാണ്. ഏവം കാലോപി, ഈ കാലം എന്ന് പറയുന്നത് സൗക്ഷ്മിയെ സൂക്ഷ്മഭാവത്തിലും സ്ഥൗല്യേ സ്ഥൂലഭാവത്തിലും അനുമിത അനുമാനിക്കപ്പെട്ടിരിക്കുന്നു. പണ്ടേ ഈ കാലത്തിനെ അളക്കാൻ മനുഷ്യൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇപ്പോൾ ഈ കാലത്തിനെ ഒന്ന് അളക്കണമല്ലോ. ഒരാളുടെ ആയുസ് 100 വർഷം, രാവ് പകൽ, എത്ര മണിക്കൂറാണ്, അതൊക്കെ ഇന്നത്തെ ഡിവിഷനാണ് ഈ മണിക്കൂറൊക്കെ. പണ്ട് അങ്ങനെയില്ല. ഭഗവാന്റെ ശക്തി സ്വരൂപവും അവ്യക്ത അപ്രത്യക്ഷവും ആയ വിഭു സമർത്ഥൻ സംസ്ഥാനഭുക്തിയ അവയവഭുക്തി നിമിത്തം ഈ വിശ്വത്തെ ഭുജിക്കുന്നു. ലോകത്തെ തന്നെ ഇല്ലാണ്ടാക്കുന്നതാണ് കാലം, സൃഷ്ടിക്കുന്നതുമാണ് കാലം. സൃഷ്ടികാലം എന്നും പറയണു, സംഹാരകാലം എന്നും പറയണു. അത് പോകുന്നത് ആരും തന്നെ അറിയുന്നില്ല. ഇപ്പോൾ 65 വയസ്സായി എന്ന് പറഞ്ഞാൽ എന്തൊരത്ഭുതമാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. കാരണം നമ്മുടെ മനസ്സിലിപ്പോഴും നമ്മൾ 17 വയസ്സോ 5 വയസ്സോ 10 വയസ്സോ എത്രയാണ് ഓരോരുത്തരുടെ മനസ്സിൽ. എന്തായാലും കുറേ ഇല്ല, തീർച്ചയായും ആ കുട്ടിക്കാലമാണ് നമ്മുടെ മനസ്സിൽ. എത്ര വേഗം ഇപ്പോൾ ഈ 65 കൊല്ലം പോയത്. തല നരച്ചിരിക്കണു. കണ്ണാടി നോക്കുമ്പോഴാണ് പലപ്പോഴും കാലത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക തന്നെ ചെയ്യണത്. ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അമ്മ സ്കൂളിലേക്ക് കൊണ്ടാക്കിയതും കണ്ണെന്ന് മറയുന്നത് വരെ നോക്കി നിന്നതും ഇല്ലേ. ചിലക്കൊക്കെ ഓർമ്മയുണ്ടാവും. അത് കൊണ്ടാക്കിയിട്ട് കുറേ ദൂരം ആ കണ്ണിന്ന് ഇങ്ങനെ മറയുന്ന വരെ നോക്കി നിന്നത് ഓർക്കും ഇടയ്ക്ക്. ഞാനൊക്കെ സ്കൂളിൽ പോയി വരുമ്പോഴേക്കും എന്തൊരു സന്തോഷമാണ് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എത്ര കാലം കഴിഞ്ഞിരിക്കുന്നു. 65 കൊല്ലം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ട്. അമ്മ മണ്ണ് മറിഞ്ഞു. എന്നിട്ടും ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലേ. ഇന്നലെ കഴിഞ്ഞ പോലെ മാവിൻ്റെ ചുവട്ടിൽ കളിച്ചതും ഒളു പോയതും തമാശ പറഞ്ഞതും. അപ്പോൾ കാലം എത്ര വേഗമാണ് പോകുന്നത്. അതാണ് ഇവിടെ സംസ്ഥാനഭുക്തിയാ ഭഗവാൻ അവ്യക്തോ വ്യക്തവോ. സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും ഈ കാലത്തെ അനുമാനിക്കുക എന്നത് വളരെ വിഷമമുള്ളതാണ്. അതാണ് ഈ ദേവി മാഹാത്മ്യത്തിലൊരു ശ്ലോകമുണ്ട്. കലാകാഷ്ടാദി രൂപേണ പരിണാമപ്രദായിനി. സെക്കൻഡ് മിനിറ്റ് എന്നൊന്നുമല്ല പണ്ട് പറഞ്ഞിരുന്ന കലാകാഷ്ഠ. ഇത് അതിസൂക്ഷ്മമായ കാലയളവാണ്. ഒരു സെക്കൻഡിലും വെച്ച് ചെറുതാണ്. ഈ കാലമായി തീരുന്നത് അമ്മ തന്നെയാണ്. ദേവിയെ പറ്റി പറയുമ്പോൾ, ഇവിടെ പറയുമ്പോൾ ഭഗവാനാണ്. ഭഗവാൻ തന്നെയാണ് ഈ കാലമായി മാറുന്നത്. സകാല പരമാണുർവയോ ഭുങ്ക്തേ പരമാണുദാം
തതോ വിശേഷഭുക്യസ്തു സകാല പരമോ മഹാൻ. ഏത് പരമാണുതാം, പരമാണു ഏറ്റവും ചെറുത്, ഭുങ്ക്തേ ഭുജിക്കുന്നു, സകാല ആ കാലം, പരമാണുവൈ പരമാണു തന്നെ, ഏറ്റവും ചെറിയ കാലത്തെ പരമാണു എന്ന് പറയാം. യത്തു വിശേഷത്തെ ഭുജിക്കുന്നത് യാതൊന്നോ സകാല ആ കാലം പരമമഹാൻ ഏറ്റവും മഹത്വം ആണ്. ആ കാലം തന്നെയാണ് മഹത്തായിട്ടും പറയപ്പെടുന്നത്, വളരെ ചെറുതായിട്ടും പറയപ്പെടുന്നത്. 71 ചതുർയുഗം ഒരു മനുവിൻ്റെ കാലം എന്ന് പറഞ്ഞു. ഈ 14 മനുക്കളുടെ ഒന്നിച്ചുള്ള 71 × 14 യുഗം ഭഗവാനെ സംബന്ധിച്ച് എന്താ അറിയോ? ഒന്ന് കണ്ണടച്ച് തുറക്കണം, അത്രയേ ഉള്ളൂ. ഭഗവാൻ കാലത്തിന് അതീതനാണ്. കാലത്തിന് അതീതനായിട്ടുള്ള ഒരൊറ്റ ആളേ ഉള്ളൂ, അത് ഈശ്വരൻ. ബാക്കിയൊക്കെ കാലത്തിന് അല്ലേ മൺമറഞ്ഞു പോയ, നമ്മളൊക്കെ ഒരു കാലം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ഇതേ നടന്നിരുന്നു, വായിച്ചിരുന്നു, ഭാഗവതം പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും, പേരിന്നതാണ്. പക്ഷെ അയാളുടെ വല്ലതും ഉണ്ടാവുമോ? കുറേ കാലം കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ പറഞ്ഞത് വല്ലവരുടെ ചെവിയിലും ഉണ്ടായി എന്ന് വരാം, ചിലരുടെ ചെവിയിൽ ഉണ്ടായില്ല എന്നും വരാം അല്ലേ. അപ്പോൾ നമ്മളൊക്കെ കാലത്തിൻ്റെ യവനികയുടെ ഉള്ളിലേക്കാട് മറഞ്ഞാൽ പിന്നെ ഇല്ല, ഈ ഇപ്പോൾ മാത്രമേ ഉള്ളൂ, എല്ലാവരും അത്രയേ ഉള്ളൂ. സകാലോ പരമോ മഹാൻ അണുർദോ പരമാണു വയസ്യാത്തസരേണുത്രയ സ്മൃത ജാലാർക്യ രശ്മ്യപകത കമേവാനുപതന്നകാർ. അപ്പോൾ ഒരു പരമാണു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൊടിയെ സൂര്യരശ്മി അതിക്രമിക്കാനെടുക്കണ സമയം അത്രേ. അത് പറയാൻ പറ്റുമോ? പൊടികൾ ഇങ്ങനെ പറക്കുണ്ടാവും, അതിനെ സൂര്യരശ്മി കടന്നു പോവാൻ ഒരു സമയം എടുക്കുന്നുണ്ട് എന്നാണ്. അതൊക്കെ എത്ര സൂക്ഷ്മമാണെന്ന് പറഞ്ഞാൽ തീരില്ല. അപ്പം അതിനെയാണ് പരമാണു എന്ന് പറയണത്. 12 രശ്മികളായിട്ട് രാശികളായിട്ട് വിഭജിച്ചതിനെ നമ്മൾ എന്ത് പറയുന്നു? ഒരു സംവത്സരം എന്ന് പറയും. സംവത്സര ശ്രാദ്ധേ ആവാഹയാമി, ശ്രാദ്ധത്തിൽ മന്ത്രം ചൊല്ലും അല്ലേ, സംവത്സര ശ്രാദ്ധത്തിൽ. അപ്പം അതിനെയാണ് ഒരു സംവത്സരം. ഇങ്ങനെ അനവധി സംവത്സരം കഴിയുമ്പോഴാണ് യുഗം ആവണത്. യുഗം ലക്ഷക്കണക്കിന് കൊല്ലം, അനവധി യുഗങ്ങൾ ചേരുമ്പോഴാണ് മന്വന്തരാവണത്. ഇങ്ങനെ ചെറുതും വലുതും ആയിട്ട് കാലത്തെ വിഭജിച്ചിരിക്കുന്നത് ഇവിടെ ചുരുക്കിയിട്ടൊരു ശ്ലോകത്തിൽ പറഞ്ഞു. സകാല പരമാണുർവൈ യോ ഭുങ്ക്തേ പരമാണുതാം തതോ വിശേഷഭുയസ്തു സകാല പരമോ മഹാൻ അണുർദോ പരമാണു സ്യാത്തസരേണുത്രയസ്മൃത ജാലാർക്കരവഗത കമേമാനുപതന്നകാൻ. 2 പരമാണുക്കൾ ചേർന്നാൽ ഒരു പരമാണുവാണ് ഒരു പൊടിയെ സൂര്യരശ്മി അതിക്രമിക്കാൻ എടുക്കുന്ന സമയം. അങ്ങനത്തെ 2 എണ്ണം പരമാണു സ്ക്വയേർഡ് എന്ന് പറയാൻ വേണമെങ്കിൽ ചേർന്നാൽ അണുവായി. അണുവിൻ്റെ സബ് ഡിവിഷനാണ് പരമാണു. നാഴികയും വിനനാഴികയും ഉള്ള പോലെ അണു ആകുന്നു. ഇനി ത്രസരേണു എന്ന് പറഞ്ഞാൽ എന്താ? 3 പരമാണു കൂടിയാൽ ഒരു ത്രസരേണുമായി. 2 പരമാണു കൂടിയാൽ ഒരു അണു, 3 പരമാണു കൂടിയാൽ ഒരു ത്രസരേണു. 3 പരമാണുവിന് ഒറ്റവാക്കായിട്ട് പറയണു, 2 പരമാണുവിന് അണുവായിട്ടും 3 പരമാണുവിനുള്ള ഒറ്റവാക്ക് 3 പരമാണു എന്ന് പറയണ്ടേ. അതിൻ്റെ എളുപ്പത്തിന് ത്രസരേണു എന്ന് പറയാം. 3 ത്രയസ്മൃത 3 എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ജാലാർക്കരശ്മി അവഗത സൂര്യകരണങ്ങൾ ഒരു അണുവിനെ കടന്നു പോവാനെടുക്കുന്ന സമയത്തെ പരമാണു. ഖം ഏവ ആകാശത്തെ തന്നെ വ്യാപിക്കുന്നതായിട്ടും അത് സഞ്ചരിക്കുന്നു. പരമാണു ഒരു പൊടിയെ കടന്നു പോകും സൂര്യരശ്മി, അത് ആകാശത്തെ വ്യാപിക്കുന്നുണ്ട്. ഖം എന്ന് പറഞ്ഞാൽ ആകാശം, പതന്നകാൻ വ്യാപിക്കുന്നതായിട്ട്. ത്രസരേണു ത്രികം ഭുങ്ക്തേ എക്കാലസത്രുടി സ്മൃത. ഇനി ത്രസരേണുവിനെ 3 ആക്കി എന്ന് കൂട്ടാം. 3 ഒരു പരമാണു 2 എണ്ണം കൂടിയ
അണു, വെറും അണു. 3 പരമാണു കൂടിയാലോ ഒരു ത്രസരേണു. 3 ത്രസരേണു കൂടിയാൽ 3നെ കൊണ്ട് വിഭജിക്കുകയാണ്. അതിനെ എന്ത് പറയുന്നു? കാലം എന്ന് ചുരുക്കി പറയുന്നു. സകാല ത്രുടി സ്മിത. ആ കാലത്തെ ത്രുടി എന്ന് പറയും. ത്രുടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്ന് ഞൊടിക്കണ സമയം എന്നാണ് ശരിക്കും പറയുക. ഇതിനെയാണ് ഒരു ത്രുടി എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ കീഴ്പ്പെട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ നേരത്തെ ഒരു സെക്കൻഡും കൂടി ഇല്ല ഇങ്ങനെ ഒന്ന് ഞൊടിച്ചാൽ. അതിൻ്റെ കീഴ്പ്പെട്ടാണ് അണു, പരമാണു, അണു, ത്രസരേണു. ത്രുടി, ത്രസരേണു, ത്രുടി എന്ന് പറയുന്നു. ശതഭാഗ 100 ത്രുടികളോട് കൂടിയ അംശമാണ് വേദം. 100 ത്രുടി ഞൊടിക്കണ സമയം ഇൻറ്റു 100 ആയാൽ അതിനെ വേദം എന്ന് പറയുന്നു. തേയ് ത്രിബിത്തു 3 വേദങ്ങൾ കൂടിയ ലവം, പണ്ടത്തെ കാലയളവാണ്. നിമേഷ ത്രിലവോ 3 ലവം കൂടിയാൽ ഒരു നിമേഷം. ഒരു നിമേഷം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കണ സമയം. അടച്ച് തുറക്കണ സമയം. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ചെയ്തു വാ എന്ന് പറയും പണ്ട് അല്ലേ. ത്രിലവ 3 ലവത്തെ ഒരു നിമേഷം എന്ന് പറയുന്നു. ഇപ്പോൾ ലവം എന്ന് പറഞ്ഞാൽ എന്താണോ നേരത്തെ പറഞ്ഞു, വേദം കൂടിയതാണ്. 100 ത്രുടികളോട് കൂടിയ അംശമാണ് വേദം. ത്രുടി എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രസരേണു 100 കൂടിയാൽ, 3 കൂടിയാൽ. ക്ഷണാൻ പഞ്ചവിധു കാഷ്ടാം ലഘുതാ ദശപഞ്ചച. 3 നിമേഷം കൂടിയാൽ ഒരു ക്ഷണം. ക്ഷണനേരം കൊണ്ട് ചെയ്ത് തീർത്തു എന്ന് പറയും. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ 3 നിമേഷം കൂടിയാൽ ഒരു ക്ഷണം. 5 ക്ഷണം കൂടിയാലോ ഒരു കാഷ്ട. കാഷ്ടാവിധു എന്ന് അറിയുക. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. ശതഭാഗസ്തു വേദത്തെ തേ ത്രിഭിസ്തു ലവസ്മൃത. 15 കാഷ്ടകൾ കൂടിയാൽ ഒരു ലഘുവായി. 3 ലവത്തിന് നിമേഷം എന്നും 3 നിമിഷങ്ങൾക്ക് ക്ഷണം എന്നും 5 ക്ഷണങ്ങൾക്ക് കാഷ്ട എന്നും പറയുന്നു. അങ്ങനെ മെട്രിക് അളവ് പോലെയാണ്. അത്രയേ ഉള്ളൂ. ലഘൂനവൈ സമാം നാദ ദശപഞ്ചച നാടിക തേ തേ മുഹൂർത്ത പ്രഹര ഷട്ട്യാമ സപ്തവാ നൃണാം ദശപഞ്ച ലഘൂനി. 15 ലഘുക്കളെയാണ് ഒരു നാഴിക എന്ന് പറയുന്നത്. നാഴിക ഡീഴായി ഇടയ്ക്ക് ഒന്നിച്ച് പറയും. അപ്പോൾ 15 ലഘു കൂടിയാൽ ഒരു നാഴികയായി. വിനനാഴിക എന്ന് ചിലർ പറയും. തേ ദ്വേ 2 നാഴിക കൂടിയാൽ ഒരു മുഹൂർത്തമായി. 2 നാഴിക കൂടിയാൽ ഒരു മുഹൂർത്തം. 2.5 നാഴികയാണ് 1 മണിക്കൂർ എന്നാണ്. തേ ദ്വേ 2 നാഴിക ഒരു മുഹൂർത്തം എന്ന് പറയുന്നു. ഷട്ട് സപ്തവ 6-7 നാഴിക കൂടിയാൽ ഒരു ദിവസം. മനുഷ്യരുടെ ഒരു പകൽ എന്നും പറയുന്നു. ശരിക്കും 60 നാഴികയാണ് ഒരു ദിവസം. 6-7 നാഴിക ഒരു യാമം അല്ലെങ്കിൽ ഒരു പ്രഹരം എന്ന് യാമം രണ്ടും ഒന്ന് തന്നെ. യാമം എന്ന് പറയുന്നതാണ് 6-7 നാഴിക. ദിവസമല്ല കേട്ടോ, ദിവസം 60 നാഴികയാണ്. ദ്വാദശ അർദ്ധഫലോന്മാനം ചതുരംഗുലി സ്വർണ്ണമാഷയെ കൃതചിത്രം ജലപ്ലുതം. ദ്വാദശാർദ്ധ ഫലോന്മാനം ഒക്കെ പഴയ അളവാണ് കേട്ടോ. അത് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നിപ്പോൾ ആ അളവല്ലല്ലോ. 6 ഫലം എന്ന് പറയുന്നൊരു തൂക്കമാണ്. തൂക്കമുള്ള പാത്രത്തിൻ്റെ തൂക്കമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വലിപ്പമല്ല. 6 ഫലം തൂക്കമുള്ള ഒരു പാത്രം. ചതുർഭി അങ്കുലൈഹി 4 വിരൽ നീളമുള്ള ഒരു സ്വർണ്ണ സൂചി കൊണ്ട് ദ്വാരം ഉണ്ടാക്കുക. പ്രത്യേക വലിപ്പമുണ്ട് കേട്ടോ, തൂക്കം മാത്രമല്ല. വലിപ്പം ഇവിടെ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. 6 ഫലം തൂക്കമുള്ള ഒരു പാത്രം. അല്ല സർക്കസ് അതൊക്കെ. അത് 4 വിരൽ നീളമുള്ള ഒരു സൂചി കൊണ്ട്, സ്വർണ്ണമാഷം എന്നാൽ സ്വർണ്ണ സൂചി, ഒരു ദ്വാരം കൃതഛിദ്രം ദ്വാരമുണ്ടാക്കിയിട്ട്
യാവത് പ്രത്തജലപ്ലുതം. ഓ, ഇടങ്ങഴി വെള്ളം നിറഞ്ഞതായിട്ട് വരുമോ? ഇടങ്ങഴി വെള്ളം അത് നിറയാനെടുക്കുന്ന സമയം ഒരു നാഴിക. ഇങ്ങനെയൊക്കെ സമയം കണക്കാക്കണം വെച്ചാൽ ഇതിനെയാണ് പണ്ടൊക്കെ ഈ ജലഘടികാരം എന്ന് പറയുക. സ്വർണ്ണമാഷൈ കൃതചിത്രം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ സൂചി കൊണ്ട് ദ്വാരമിട്ടത്. 6 പലം തൂക്കമുള്ള ദ്വാദശാർത്ഥാണ്. 12ൻ്റെ പകുതി എത്രയാണ്? 6. ശ്ലോകത്തിൻ്റെ സൗകര്യത്തിന് അങ്ങനെ പറഞ്ഞിരിക്കുക, 6ന് വാക്കില്ല കഴിഞ്ഞിട്ടല്ല. ദ്വാദശാർദ്ധം 6, 12ൻ്റെ പകുതി. പലം തൂക്കത്തിൻ്റെ അളവ്. പലം ഉന്മാനം ചതുരംഗുലി, 4 വിരൽ നീളമുള്ള സ്വർണ്ണ സൂചി കൊണ്ട് ദ്വാരമിട്ട് കൃതഛിദ്രം ജലത്തിൽ മുക്കി ഒരു ചെറിയ പാത്രം വയ്ക്കുന്നു. വലിയ പാത്രം പുറത്തും ചെറിയ പാത്രം ഉള്ളിലും വയ്ക്കണം. അത് നിറഞ്ഞ് മുങ്ങാനെടുക്കണ സമയം, സ്വർണ്ണപാത്രം നിറഞ്ഞ് മുങ്ങാനെടുക്കണ സമയമാണ് ഒരു നാഴിക. ഒരളവുണ്ട് പണ്ട്. 8 യവത്തൂക്കം ഒരു കുന്നിക്കുരു, 5 കുന്നിക്കുരു ഒരു മാഷം, 12 മാഷം ഒരു സുവർണം, 4 സുവർണം ഒരു പലം. സ്വർണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമല്ല, ഇവിടെ അളവാണ്. ഇതാണ് പലത്തിൻ്റെ കണക്ക്. 4 സുവർണം ഒരു പലം എന്നാണ് പറയുക. പഴയ മെട്രിക് അളവുകളാണ്. പോട്ടെ. യമ ചത്വാരോ മർത്യാനാമഹനി ഉഭേ പക്ഷപഞ്ചദശാഹാനി ശുക്ലകൃഷ്ണശ്ച മാനദ. ചത്വാര യാമ. ഇതാണ് 2 ചത്വാരം പറഞ്ഞത്. 4 നമ്മൾ പറയും. 4 + 4 4 ആണ്. ചത്വാരോ 4 യാമങ്ങൾ. നേരത്തെ പറഞ്ഞ യാമത്തിൻ്റെ കണക്ക് ഇല്ലേ? 7 നാഴികയാണ് ഒരു യാമം. 60 നാഴികയാണ് ഒരു ദിവസം. 7 നാഴിക ഒരു യാമം. അങ്ങനത്തെ 4 യാമത്തിനാണ് ചത്വാരോ. 2 യാമങ്ങൾ, 4 യാമങ്ങൾ കഴിഞ്ഞാൽ, അതായത് 8 യാമം. മർത്യാന മനുഷ്യരുടെ പകലും രാത്രിയും. പകലും രാത്രി എന്ന് പറഞ്ഞാൽ ചത്വാര 4 യാമങ്ങൾ കഴിയണം എന്നാണ്. പഞ്ചദശ അഹാനി 15 ദിവസം ഒരു പക്ഷം എന്ന് പറയപ്പെടുന്നു. 15 ദിവസമാണ് ഒരു പക്ഷം. മാനദ. ഈ പക്ഷങ്ങൾ ഒരു മാസത്തിൽ 2 എണ്ണം ഉണ്ട്, കറുത്തതും വെളുത്തതും. ശുക്ല കൃഷ്ണ ച മാനദ. ശുക്ല എന്ന് പറഞ്ഞാൽ വെളുപ്പ്, കൃഷ്ണ എന്ന് പറഞ്ഞാൽ കറുപ്പ്. സംസ്കൃതത്തിൽ അത്രയേ ഉള്ളൂ. ഒക്കെ അർത്ഥ വ്യത്യാസങ്ങൾ ഓരോ ഭാഷയ്ക്കാണ്. ശുക്ല കൃഷ്ണശ്ച മാനദ, അല്ലയോ വിതുര, വെളുത്തതും കറുത്തതും എന്ന് 2 പക്ഷം ഉണ്ട്. തയോ സമുച്ചയോ മാസ പിതॄണാം തദഹർനിശം ദോ താവൃതുഷഡയനം ദക്ഷിണം ചോത്തരം ദിവി. 2 പക്ഷം കൂടിയാൽ ഒരു മാസം. ഇത് പിതൃക്കളുടെ ഒരു പകലും രാത്രിയും കൂടിയ ദിവസമാണ്. അപ്പം നമ്മുടെ ഒരു മാസമാണ് പിതൃക്കളുടെ ഒരു ദിവസം എന്ന് ഇവിടെ പറയണു. ഒരു വർഷമാണോ എന്ന് വേറെ എവിടെയോ പറയുന്നുണ്ട്. എന്തേനെ വൈരുദ്ധ്യം വരാൻ കാരണം എന്ന് ചോദിച്ചാൽ കൂടുതൽ വിശദമായിട്ട് പരിശോധിക്കണം. ഇവിടെ ഒരു മാസമാണ് പറഞ്ഞത്. ഒരു മാസം പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. ഒരു പക്ഷം ഒരു പകല്, കറുത്ത പക്ഷം രാത്രി, വെളുത്ത പക്ഷം പകലും. 2 മാസം കൂടിയാൽ ഒരു ഋതു. അങ്ങനെ 6 ഋതുക്കളുണ്ട് ഒരു കൊല്ലത്തിൽ, ഇല്ലേ? ഈ 2 മാസമാണ് ഒരു ഋതു. 2 മാസം ഒരു ഋതു. 6 മാസം കൂടിയാലോ ഒരു അയനം. ഉത്തരായണം, ദക്ഷിണായനം എന്നീ 2 അയനങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ഉത്തരായണമാണ്. വിഷു കഴിഞ്ഞാൽ ഉത്തരായണമായി. തുലാം വരെ ഇത് പോവും. അത് കഴിഞ്ഞാൽ രാത്രി കൂടിയാലോ ദക്ഷിണായനവും. അയനേ ചാഹനി പ്രാകുർവത്സരോ ദ്വാദശ സ്മൃത. അയനി ചാഹനി പ്രാഹുർവത്സരോ ദ്വാദശ സ്മൃത സംവത്സര ശതം നൃണാം പരമായുർ നിരൂപിതം. അയനെ
അയനങ്ങൾ 2 ഉത്തരായണവും ദക്ഷിണായനം. ദിവി അഹനി, സ്വർഗത്തിൽ രാപ്പകൽ എന്നാണ് പറയപ്പെടുന്നത്. ഒരയനം അവർക്ക് രാത്രിയാണ്. അപ്പോൾ ഒരു മാസം തന്നെയാണ് ഒരു രാത്രിയും പകലും ഈ കണക്ക് പ്രകാരം. 15 ദിവസമാണ് അവർക്ക് ഒരു പകൽ വെളുത്തത്, പിന്നെ 15 ഒരു രാത്രി ദക്ഷിണായനം. അപ്പോൾ നമ്മുടെ 15 ദിവസം ദേവന്മാർക്കും പിതൃക്കൾക്കും ഒരേപോലെയാണ്. വെളുത്ത പക്ഷം പകലും കറുത്ത പക്ഷം രാത്രി. ഒരു മാസമാണ് ഒരു ദിവസം ആവുന്നത്. അപ്പോൾ 12 ദിവസങ്ങൾ കൂടുമ്പോൾ 12 ദിവസമാവും. ഒരു കൊല്ലം അവർക്ക് 12 ദിവസമാണ്. 12 മാസം വത്സരം, വർഷം. കണ്ടു? അപ്പോൾ 12 മാസം കൂടിയാൽ അവർക്കൊരു കൊല്ലമായി. ഒരു മാസം ഒരു ദിവസമാണ്. സ്മൃതി സ്മരിക്കപ്പെട്ടിരിക്കുന്നു. 12 മാസം കൂടിയാൽ 12 ദിവസമായി. സംവത്സരം 100 വർഷം മനുഷ്യരുടെ ആയുസ് എന്നും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. സാധാരണ ഏറ്റക്കുറച്ചിലുണ്ടാവാം, കൂടുതലുള്ളത് വളരെ കുറവാണ്. 104 കൊല്ലം 105 കൊല്ലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കുറവാണ്, അധികം കുറയാനാണ് പതിവ്. അയനേ ചാഹനി പ്രാതുർ, അയനം പകലാണ്. 15 ദിവസമാണ് ദേവർക്കും പിതൃക്കൾക്കും ഒരു ദിവസമാകും, ഒരു പകലാവുന്നത്, ഒരു അയനം. അപ്പം 2 അയനം കൂടിയ ഒരു ദിവസമായി. വത്സരോ ദ്വാദശ സ്മൃത, 12 അയനം കൂടിയാൽ അവർക്കൊരു വർഷമായി. സംവത്സര ശതം നൃണാം പരമായുർ നിരൂപിതം, ഒരു മനുഷ്യായുസ് ഏകദേശം 100 എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. കൂടലും കുറയലും ഉണ്ടാകാം. ഗ്രഹക്ഷതാരകചക്ര ത പരമാണ്ണു ആദിന ജഗൽ സംവത്സരാവസാനേന പര്യതേ നിമിഷോ വിഭൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഗണന തുടർന്ന് പറയുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.